ജലജ പറയാണ്, കണ്ടില്ലേ ഇപ്പൊ തന്നെയാണ് എല്ലാം നീപ്പിച്ചു, ഇനിയിപ്പം അവന്റെ ഭാര്യയായിട്ട് കയറിയിരുന്ന പെണ്ണിനായിരിക്കും ബാക്കിയെല്ലാം നീപ്പിക്കാൻ പോന്നെ. അപ്പോഴേക്കും അഭി പറയാണ്, അമ്മ കണ്ടോ എനിക്കൊരു കാലം വരുമെന്ന് പറയുമ്പം അതിന് ഞാൻ ചത്തു കഴിഞ്ഞിട്ടായിരിക്കും കാലം വരാൻ പോന്നെന്നും പറഞ്ഞിട്ട് ജലജ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കനകം മുറ്റത്ത് നിന്ന് കുറെ മുല്ലപ്പൂവൊക്കെ പറിച്ചുകൊണ്ട് ആദർശിന്റെ കയ്യിൽ കൊടുത്തിട്ട്, ഇന്നാ മോനെ മുല്ലപ്പൂവ്, ഇത് മുറിയിൽ കൊണ്ട് വെച്ചാണ്ടല്ലോ നല്ല സുഗന്ധമായിരിക്കും, നമ്മുടെ മുറ്റത്ത് വിരുന്നതാ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ആദർശി പറയാണ്, അമ്മ തന്നെ നേടെ കൊടുത്താൽ മതിയായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ കൊടുക്കാൻ പോവായിരുന്നു, അപ്പോഴാണ് മോനെ കണ്ടത്, ഇതൊക്കെ ഭാര്യയ്ക്ക് കൊടുക്കുന്നത് പ്രത്യേക സന്തോഷമാണെന്ന് പറയുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് വാങ്ങിക്കൊടുക്കാറുണ്ടെന്ന് പറയുമ്പോഴേക്കും അതല്ല മോനെ, മുറിയിൽ കൊണ്ടുവന്നത് ഭാര്യമാർക്ക് പ്രത്യേക ഒരു സന്തോഷം എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ സന്തോഷിപ്പിച്ചാൽ പോരെ അമ്മേ എന്ന് ചോദിക്കാണ്. ഹോ, ഇങ്ങനത്തെ ഒരു ചെറുക്കൻ എന്റെ മനസ്സിൽ കരുതുമ്പം എന്താണെന്ന് ചോദിച്ചെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല മോനെ, ഇതും കൊണ്ട് മുറിയിലേക്ക് മുറി ആകെപ്പാടെ ഒരു സുഗന്ധമായിരിക്കും, നല്ല സുഗന്ധം കിട്ടും, നമ്മുടെ മുറ്റത്തുനിന്ന് പറിച്ചതാ ഇഷ്ടം പോലെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് കനകം മുല്ലപ്പൂവുമായിട്ട് ആദർശിനെ പറഞ്ഞിടുന്നുണ്ട്. ആദർശിനെ മുറിയിലേക്ക് കയറി വരുമ്പോൾ നയനില്ല ഭാഗ്യം എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് കഥവ് കുറ്റിയിട്ടിട്ട് തലാണിന്റെ താഴേക്ക് ആ മുല്ലപ്പൂ എടുത്തു വെക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നയന വരുന്നുണ്ട്. നയന എന്നിട്ട് ചോദിക്കുകയാണ്, അല്ല എന്താ ഈ റൂം നിറച്ചൊരു മുല്ലപ്പൂവിന്റെ മണമെന്ന് പറയുമ്പോൾ ആദർശ് പറയാണ്, മുല്ലപ്പൂവിന്റെ അല്ല പാലപ്പൂവിന്റെ മണമാണെന്ന് പറയുന്നുണ്ട്. ഈ മുറിയിലൊരു യക്ഷി വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ എന്നെ കൂടാതെ ഇപ്പം വേറൊരു പെണ്ണുണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ്. വേറൊരു പെണ്ണ് ആണെങ്കിൽ ഞാൻ വേറൊരു പെണ്ണെന്നേ പറയുള്ളൂ, അല്ലാതെ ഞാൻ യക്ഷിന്ന് പറയില്ല. അപ്പൊ എന്നെ യക്ഷിയായിട്ടാണോ കണക്കാക്കുന്നത്? ഈ ഒരു രക്ഷയില്ലായിരുന്നെങ്കിലേ കാണാറുണ്ട് ഫോറിൻ കമ്പനീസിന്റെ മുമ്പില് മൂർത്തി സ്റ്റോറിയുടെ MD ഇരുന്ന് വേർക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെതായ ഹെഡ്ലൈറ്റ് നിനക്കുണ്ട് എന്ന് ആദർശ് പറയുന്നുണ്ട്. ഞാൻ അത്രയും കഷ്ടപ്പെട്ട് വരച്ചെന്റെ ഒരു നന്ദി പോലും നിങ്ങൾക്ക് ഇല്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും, നന്ദി സൂചകമായിട്ടാണല്ലോ ഞാൻ നിനക്കൊരു നെക്ലേസ് തന്നത്, എന്നിട്ട് നീ ഒന്നും ഇട്ടുപോലും ഇല്ലല്ലോ, അത് നീ അപ്പൊ തന്നെ ഊരി വെച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ ആദർശേട്ടനല്ലേ പറഞ്ഞത് ഏതെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ ഇട്ടാൽ മതി എന്ന് മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞു, അതുകൊണ്ടാണ് ഊരി വെച്ചത്. പിന്നെ എനിക്ക് അങ്ങനെ സ്വർണ്ണത്തിന് വലിയ താല്പര്യമില്ല, പിന്നെ ആ സ്വർണം നല്ല സ്നേഹത്തോടെ ഭർത്താവ് വന്നെങ്കിൽ പിന്നെ ഒരു സമാധാനം ഉണ്ടായിരുന്നു. എനിക്കങ്ങനെ സ്വർണത്തിന്റെ ആവശ്യമൊന്നുമില്ല, എന്റെ ഭർത്താവിന്റെ ചിലപ്പോൾ സ്നേഹം മാത്രം മതി, അത് കിട്ടൂ, നിങ്ങളുടെ അമ്മയ്ക്ക് കൊടുക്കുന്നതിന്റെ ഒരു അംശം മതി എന്ന് പറയുമ്പോഴേക്കും എന്താ അത് മാത്രം ചോദിക്കല്ലേ മറ്റെന്ത് വേണമെന്ന് ചോദിച്ചു എന്ന് ആദർശ് നയനോട് പറയാണ്. നയന പറയുന്നുണ്ട്, ഈ ഹെഡ്വൈറ്റ് ഉള്ളവൾ തന്നെ വരച്ച ഡിസൈൻ ഇട്ടുകൊണ്ട് ആ പെൺകുട്ടി പോസ്റ്ററിൽ അവിടെ മൂർത്തിസ്റ്റോലയുടെ കമ്പനിയുടെ പോസ്റ്ററിൽ തിളങ്ങി നിൽക്കുന്നതെന്ന് പറയുമ്പോൾ എന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം, നിന്നെ എടുത്തോണ്ട് പോയി അവിടെ പോസ്റ്ററിൽ ഫോട്ടോ ഒട്ടിച്ച് നിന്നെ അടക്കൊണ്ട് നിർത്താം, സമാധാനമാവെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങനെ താല്പര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശ് ഇവളുടെ ഒരു കാര്യം എന്നും പറഞ്ഞിട്ട് മിണ്ടാതെ കിടക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നാനെ ഇങ്ങനെ വൊമിറ്റ് ചെയ്യുന്നതാണ്. കനകം മൂടി വന്നിട്ട് അവളിങ്ങനെ തിരുമുന്നുണ്ട്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് ദേവേനെ വരുന്ന ചോദിക്കുകയാണ്, അല്ല എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം നമുക്കൊക്കെ കല്യാണം കഴിഞ്ഞ് പറ്റുന്നത് തന്നെ അത് തന്നെയാണ് ഇപ്പൊ ഇവക്ക് സംഭവിച്ചതെന്ന് പറയുന്നുണ്ട്. എന്താ എനിക്ക് മനസ്സിലായില്ലെന്ന് പറയുമ്പം അതും അത് തന്നെ ആ ദേവ്യാനി ഒരു മുത്തശ്ശിയാകാൻ പോവാണെന്ന് കനകം പറയുമ്പോഴേക്കും അതൊന്നും ആയിരിക്കില്ല, ഇവക്ക് വലിയ ഫുഡ് പോയിസൺ അടിച്ചതായിരിക്കും എന്ന് പറയുമ്പോൾ അല്ല ഇവള് സത്യമായിട്ട് ഇവക്ക് പ്രഗ്നൻസി തന്നെയാ, കാരണമുള്ള ലക്ഷണങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടെന്ന് പറയുമ്പോൾ ആദർശ് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ആദർശിനെ ദേവിയാണ് രൂക്ഷമായിട്ടൊരു നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ. ഞാനൊന്നും ചെയ്തില്ല അമ്മ എന്നുള്ള ഭാവത്തില് ആദർശ് തലയാട്ടിയും കാണിക്കുന്നുണ്ട്. അങ്ങനെ പരസ്പരം രണ്ടുപേരും ദേഷ്യപ്പെട്ട് ഇങ്ങനെ നോക്കി നിൽക്കാണ്. അപ്പൊ ഇതും കണ്ടിട്ട് കനകം ഇങ്ങനെ ചിരിക്കുന്നുണ്ട്, നയനയും ആദർശം നോക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതെല്ലാം തന്നെ നമ്മുടെ കനകത്തിന്റെ സ്വപ്നമായിരുന്നു. കനകം സ്വപ്നത്തിൽ കിടന്ന് വലിയവായി കിടന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ജലജ തട്ടിരിപ്പിച്ച് ചോദിക്കുകയാണ്, എന്തിനാ നീ കിടന്ന് ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതിരിയടി, ഞാൻ നല്ല സ്വപ്നം കാണുവാണെന്ന് പറയുമ്പോഴേക്കും നീ എന്താ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. ഞാൻ നല്ലൊരു സ്വപ്നം കണ്ടോണ്ടിരിക്കുകയായിരുന്നു, അത് നശിപ്പിച്ചില്ല എന്ന് പറയുമ്പോൾ നിന്നെപ്പോലുള്ളവർക്കൊക്കെ നല്ല സ്വപ്നത്തിലേ പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. അതെ, ഞങ്ങൾ പാവങ്ങളാ, അതുകൊണ്ട് ഞങ്ങൾ സ്വപ്നത്തിൽ നിങ്ങൾ കണ്ട് സന്തോഷിച്ചോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. മനുഷ്യന്റെ ഉറക്കവും കളഞ്ഞു, നീ എന്തിനോട് കെട്ടിത്തൂങ്ങി കിടക്കുന്നേ, നിനക്ക് ഇവിടെ നിന്ന് പൊയ്ക്കൂടെ എന്ന് ചോദിക്കുമ്പോഴേക്കും അതേ വേറൊന്നല്ല, ഈ വീട്ടിലൊരു വിശപ്പാമ്പുണ്ട്, പാൽ കൊടുക്കുന്ന കഴിക്കുന്ന കൊത്തുന്ന വിശപ്പാമ്പ്, അവളെ ഇവിടുന്ന് അടിച്ചൊഴുകുന്ന സ്വപ്നം കണ്ടേ, അതൊന്ന് യാഥാർത്ഥ്യമാക്കിയിട്ട് പോകാന്ന് കരുതി. പിന്നെ ആദർശന്മാരുടെ മുത്തശ്ശൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, എന്നെ കൈവെള്ള കൊണ്ട് നടക്കണമെന്നാ പറഞ്ഞിരിക്കുന്നേ, അതുകൊണ്ട് മിണ്ടാ കിടന്ന് ഉറങ്ങാൻ നോക്കുമെന്ന് പറഞ്ഞ് അവളെ കിടത്തി ഉറക്കുന്നുണ്ട്. ഈ സമയത്ത് അനി ചിന്തിക്കുകയാണ്, അവളെ ഒന്ന് വിളിച്ചാലോ, നന്ദിനൊന്ന് വിളിച്ചു നോക്കിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഉറങ്ങാതെ പാതിരാത്രി കുത്തിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവളെ വിളിക്കുന്നുണ്ട്. ഇത് ഫോൺ കാണുമ്പോഴേക്കും നന്ദു ആലോചിക്കുകയാണ്, ഈശ്വര എന്നെ പോലെ അവന് ഉറങ്ങാതിരിക്കുകയാണല്ലോ, ഫോൺ എടുക്കണമെന്ന് ആലോചിക്കുകയാണ്. എന്നിട്ട് ഫോൺ എടുക്കുമ്പോഴേക്കും നന്ദു ഉറങ്ങിയില്ലെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട്. ഞാനും ഉറങ്ങിയില്ല, എന്തിനാണ് ഈ സമയത്ത് വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ തന്റെ ശബ്ദമൊന്ന് കേൾക്കാനാ, കുറച്ചു നേരം എന്നോട് വർത്താനം പറയുമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാൻ ഇപ്പൊ മറ്റൊരു പെൺകുട്ടി ഉണ്ടല്ലോ, അവളോട് സംസാരിച്ചാൽ മതി, ഇനി ദയവ് ചെയ്ത് നീ ഇങ്ങനെ വിളിക്കരുത്, അതാണ് എനിക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പറയുന്നുണ്ട്. പ്ലീസ് നന്ദു കുറച്ചു നേരം സംസാരിക്കാമെന്ന് ചോദിക്കുമ്പോൾ സോറി അനിയെന്ന് പറഞ്ഞിട്ട് നന്ദു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഇത് കാണുമ്പോൾ അവൻ ഒരുപാട് സങ്കടമാകുന്നുണ്ട് കേട്ടോ.
പിന്നീട് കാണിക്കുന്നത് ആദർശ് ഇങ്ങനെ കട്ടിലിൽ കിടന്നുണ്ട്. രാത്രിയിൽ ഉറക്കമൊന്നും ഇല്ല. നയനെ തന്നെ നോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നയനയുടെ സൗന്ദര്യമൊക്കെ കണ്ടിട്ട് ആദർശ് ഇങ്ങനെ മതിമറന്ന് നോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പതിയെ ആദർശ് പോലും അറിയാതെ ആദർശ് പതിയെ നയനെ ഇങ്ങനെ ടച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. പെട്ടെന്ന് ആദർശിന് പറയാണ്, ആദർശ് കൺട്രോൾ യുവർ സെൽഫ്, തൊടരുത് എന്നൊക്കെ പറഞ്ഞ് അവൻ പതിയെ പിന്നോട്ട് വരുമ്പോഴേക്കും അവന്റെ മനസാക്ഷി അവിടെ വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, നീ എന്തൊരു പൊട്ടനാടാ, നീ എന്താ പേടിക്കുന്നത്? അത് നിന്റെ ഭാര്യയല്ലേ, അല്ലാതെ വേറെ പെണ്ണൊന്നല്ലല്ലോ. നീ ധൈര്യമായിട്ടുള്ളതോട് നിന്റെ ഹെഡ് വൈറ്റ് അതിനൊന്നും സമ്മതിക്കാത്തത്. നയനെ പറഞ്ഞ ശരി തന്നെയാന്ന് പറയുമ്പോൾ എനിക്ക് ഹെഡ് വെയിറ്റ് ഒന്നും ഇല്ല എന്ന് ആദർശ് പറയാണ്. മനസാക്ഷി പറയാണ്, ആര് പറഞ്ഞു? നിന്റെ മനസ്സിന്റെ ഉള്ളിനുള്ളില് ഇവളോട് ഭയങ്കര സ്നേഹമാണ്, അടങ്ങാമയ്യാത്ത പ്രണയമുണ്ട്. പക്ഷെ നീ അത് പുറത്തെടുക്കുന്നില്ല. അത് നിന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ? അത് മാത്രമല്ല, നിന്റെ മനസ്സിൽ ആ പഴയകാല കാര്യമുണ്ട്. നിങ്ങളുടെ ആദ്യത്തെ കൂടിക്കാഴ്ച അവൾ നിന്നെ അടിച്ചില്ലേ, ആ ഒരു വിഷയം നിന്റെ മനസ്സിൽ തങ്ങിക്കിടക്കാണ്. ഇതെല്ലാം കൂടെ കൊണ്ടാ നീ നിന്റെ സ്നേഹം പുറത്തു കാണിക്കാത്തത്. അവക്ക് നെക്ലേസ് മേടിച്ചു കൊടുത്തപ്പോഴും അവൾ എന്താ പറഞ്ഞത്? എനിക്ക് നെക്ലേസ് ഒന്നും വേണ്ട, കുറച്ച് സ്നേഹം മതി എന്നല്ലേ പറഞ്ഞത്. അതിനർത്ഥം എന്താ? അവൾ ആഗ്രഹിക്കുന്നത് നിന്റെ സ്നേഹം മാത്രമാ. ഇതുപോലെ ഈ പെൺകുട്ടിനെ നിനക്ക് എവിടെ കിട്ടാനാ? ഉള്ള ജോലികളെല്ലാം ചെയ്ത് പാവം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ, നിനക്ക് കുറച്ചൊന്നും മനസാക്ഷി കാണിച്ചുകൂടാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെ, ആവശ്യത്തിന് മനസാക്ഷി കാണിക്കുന്നുണ്ട്. അവയ്ക്ക് ഞാൻ മാല വാങ്ങിച്ചു കൊടുത്തു എന്ന് പറയുമ്പോഴേക്കും മനസാക്ഷി ചോദിക്കാണ്, നാണമില്ല നിനക്കിത് പറയാന്? ഒരു മാല മേടിച്ചു കൊടുക്കുന്നതിലാണ് ഒരു ഭാര്യക്കുള്ള സ്നേഹം. ഇവളെ പോലെ പെൺകുട്ടിക്കൊക്കെ മാലയല്ല, നിന്റെ സ്നേഹമാണ് അത്യാവശ്യം. സ്നേഹത്തോടെ നീ ഇന്ന് ഹഗ് ചെയ്തിരുന്നെങ്കിൽ അത് മാത്രം മതിയായിരുന്നു അവക്ക്. അത് തന്നെ അവൾക്ക് വലിയ സന്തോഷമായിനി എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ശരിയാണല്ലോ ഇവൻ പറയുന്നത്, ശരിക്കും എന്റെ മനസ്സിൽ നയനോടുള്ള സ്നേഹമുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാലോചിച്ചുകൊണ്ട് നയനെ തന്നെ ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് അവളെ തൊട്ടാലോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. അപ്പം മനസാക്ഷി പറയാ, ധൈര്യമായിട്ട് തൊടണം, അത് നിന്റെ ഭാര്യ തന്നെയല്ലേ, നീ എന്തിനെങ്ങനെ പേടിക്കുന്നത്? നീ ധൈര്യസമേതം അങ്ങോട്ടേക്ക് ചെല്ല്, അല്ലാതെ നീ പേടിത്തമ്മനായിട്ട് നിന്റെ കാര്യമുണ്ടോ? നീ ഒരു പേടിത്തമ്മനാ, നിനക്ക് ഒരു കഴിവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് മനസാക്ഷി അവനെ കളിയാക്കുകയാണ്. അങ്ങോട്ട് പോടാ മാറിയെന്ന് പറഞ്ഞിട്ട് കട്ടിലെ കിടന്ന മുല്ലപ്പൂ ഒക്കെ പറക്കി ആദർശ് മനസാക്ഷിനെ എറിയുന്നുണ്ട്. പെട്ടെന്ന് നയന ചാടി ഇരുന്നേക്കാണ്. അയ്യോ ആദർശട്ടാ എന്തായി കാണിക്കുന്നേ? തലകാണിയൊക്കെ എടുത്ത് ആദർശ് മനസാക്ഷിനെ അടിക്കാൻ ചെല്ലുമ്പോഴേക്കും നയന ഓർക്കുന്നത് നയനെയാണ്. അയ്യോ ആദർശിട്ട് അടിക്കല്ലേ എന്ന് പറഞ്ഞ് നയനെ കാറാൻ ഇറങ്ങുമ്പോഴേക്കും ആദർശ് നയനയുടെ വാ പൊത്തി പിടിക്കുന്നുണ്ട്. അയ്യോ ഒച്ച വെക്കാതെ കാറാതെ മിണ്ടാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ആദർശ് വാ പൊത്തി പിടിക്കുകയാണ്. ആദർശിട്ട് എന്തായി കാണിക്കുന്ന നയനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നയനെ പറയുന്ന ആദർശ് പറയണം, മിണ്ടാതിരിക്കാനല്ലേ പറഞ്ഞെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കണം, എന്താ ആദർശിട്ട എന്താ പറ്റിയേ? ഞാനിനി പോയി മുത്തശ്ശനോടൊക്കെ പറയട്ടെ രാത്രി എന്റെ വാ പൊത്തി പിടിക്കാന്ന്, എന്താ കാര്യം എന്ന് പറ. ഒന്നുമില്ല, ഞാനൊരു സ്വപ്നം കണ്ടാന്ന് പറയുമ്പോൾ സ്വപ്നം കണ്ടതിന് എന്റെ വാ പൊത്തി പിടിച്ച് എന്നെ ഇങ്ങനെ തലമുണ്ടൊക്കെ എറിഞ്ഞൊരു കാര്യമുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താ ആദർശ എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നും പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് ആദർശ് ഇങ്ങനെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് നയനെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നയനെ തിരിച്ചു നോക്കാണ്. അപ്പൊ ആദർശിന് മനസ്സിലാവുന്നുണ്ട് തന്റെ കൺട്രോൾ പോവാണെന്നുള്ള കാര്യം. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആദർശ് പതിയെ അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്ന് അങ്ങോട്ടേക്ക് പോയിട്ട് വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് എന്നിട്ട് മനസാക്ഷി പറയാണ്, നിന്റെ കൺട്രോൾ പോകുന്നുണ്ടല്ലേ, ഇതാ ഞാൻ പറഞ്ഞത്, നിനക്ക് അവളോട് ഭയങ്കര സ്നേഹ, പക്ഷെ നിനക്ക് പറയാൻ നിന്റെ അഭിമാനം നിനക്ക് സമ്മതിക്കുന്നില്ല, നിനക്ക് ഭയങ്കര അഹങ്കാരം തന്നെയാണ് കേട്ടോ എന്തൊക്കെയാണെങ്കിലും എന്നൊക്കെ പറയുമ്പോഴേക്കും നീ അവിടുന്ന് പോടാ, നീ നിന്റെ കാര്യം നോക്കിപ്പോ, എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, മേലെ എന്റെ കാര്യത്തിൽ ഇടപെടരുതെന്നൊക്കെ പറഞ്ഞിട്ട് ആ മനസാക്ഷിയോട് ആദർശ് സംസാരിക്കുമ്പോൾ നയനോർക്കാണ്, ഈശ്വര ഈ ആദർശൻ ആരോടെ സംസാരിക്കുന്ന ഓർക്കുന്നുണ്ട്. ആദർശേട്ടാ ആരോടെ സംസാരിക്കുന്നു ചോദിക്കുമ്പോൾ ഞാൻ ആരോട് സംസാരിച്ചില്ലല്ലോ, നിനക്ക് തോന്നിയായിരിക്കുന്നു പറയുന്നുണ്ട്. അല്ല അങ്ങോട്ടേക്ക് നോക്കി ആരോട് സംസാരിക്കുന്നത് കേട്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആരോട് സംസാരിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നിയതാണോ എന്ന് നയന മനസ്സിൽ കരുതുകയാണ്. അങ്ങനെ ആദർശ് അവിടെ കിടക്കുമ്പോഴേക്കും നയന പറയാണ്, അതെ ഞാൻ ആളത്തിട്ട് മാറിക്കിടക്കണോ? അതിന്റെ ഒന്നും ആവശ്യമില്ല, നീ ഇവിടെ കിടന്നാൽ മതി. ശരിയാണല്ലോ അല്ലേ, മുത്തശ്ശനായിട്ട് അഭിനയിക്കുന്ന ഒരു അഭിനേത്രി ആണല്ലോ ഞാനിപ്പം, അതുകൊണ്ട് എനിക്ക് നിങ്ങൾ സാലറി തരണം മാസം എന്ന് പറയുമ്പോൾ എത്ര വേണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ തരാന്ന് പറയുമ്പോഴേക്കും എത്ര വേണമെന്ന് വെച്ചാല് അതൊന്നും ഞാൻ പറയില്ല, അത്രയ്ക്കും ഇഷ്ടത്തൊന്നുമല്ല ഞാൻ, മനസാക്ഷിയില്ലത്തോളം അല്ല, അതുകൊണ്ട് എനിക്ക് അതിന് സാലറി ഒന്നും വേണ്ട, ഞാനിപ്പോ നല്ലൊരു നടിയാണല്ലോ എന്നൊക്കെ നയന പറയുന്നുണ്ട്. എന്നിട്ട് നയനെ വിഷമിച്ചിട്ട് അവിടെ തന്നെ കിടക്കാണ്. ഈ സമയം മനസാക്ഷി ആദർശനോട് ചോദിക്കുന്നുണ്ട്, അല്ല മുത്തശ്ശൻ പറഞ്ഞാണല്ലോ ഒരു കുഞ്ഞിക്കാല് കാണണമെന്ന്, അതിനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോ നീ എന്താ പറയാൻ പോകുന്ന ചോദിക്കുമ്പോൾ മുണ്ടാ പോടാ എന്ന് പറഞ്ഞിട്ട് ആദർശ് ഇങ്ങനെ മനസാക്ഷി ഓടിച്ചിടുന്നുണ്ട്. അങ്ങനെ ആദർശം അവിടെ കിടക്കാണ് കേട്ടോ. ഇതേ സമയത്ത് തന്നെ നയന ഇങ്ങനെ ആദർശിനെ നോക്കുമ്പോൾ എന്താണെന്ന് ആദർശ് ചോദിക്കുകയാണ്. ഒന്നുമില്ലാന്ന് പറഞ്ഞിട്ട് നയന അവിടെ കിടന്ന് ആദർശം നോക്കിക്കൊണ്ട് മനസ്സിലാലേക്കാണ് ഇയാളുടെ മനസ്സില് കടലോള സ്നേഹം എന്നോടുണ്ട്, പക്ഷെ അത് പുറത്ത് പ്രകടിപ്പിക്കാൻ മാത്രം ഇയാൾക്ക് അറിയില്ല. അതിന് എന്നാ ഐശ്വര്യം ഉണ്ടാകാൻ പോകുന്നത്, അന്ന് ഞാൻ ഈ കട്ട്ലയിൽ ഇയാളുടെ കൂടെ കാണുമോ എന്നൊക്കെ മനസ്സിലിങ്ങനെ ഓർത്തുകൊണ്ട്